ഇസ്ലാമോഫോബിയയുടെ പേരിൽ പരിശുദ്ധമായ ഇസ്ലാമിക ദർശനത്തിന്റെ മുമ്പിൽ വിരണ്ടു നിൽക്കുന്ന പടിഞ്ഞാറൻ ശക്തികളുടെ ദുഷ്ചെയ്തികളാണ് ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരെ പടവാളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിം ലോകം അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താൽ ലോക മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നും ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് ഡെൻമാർക്ക് മുതൽ തുടങ്ങി ഇങ്ങ് ശാസ്താംകോട്ട വരെയും ഒരുപാട് ആരോപണത്തിന്റെയും അപകടകരമായ ചിത്രീകരണത്തിന്റെയും പശ്ചാത്തലങ്ങൾ ഇസ്ലാമിന്റെ പ്രവാചകനെതിരെ രൂപം കൊണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുന്ന് കേവലമായ ഒരു പ്രാദേശികത്വത്തിന്റെയോ വർണ്ണവൈജാത്യത്തിന്റെയോ വർഗവ്യതിയാനത്തിന്റെയോ നിറവ്യത്യാസത്തിന്റെയോ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷന്റെയോ പശ്ചാത്തലത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിക്കപ്പെടുന്നത്. മേഴ്സി ഓഫ് ദി ഹ്യൂമാനിറ്റി ഓർ മേഴ്സി ഓഫ് ദി വേൾഡ് എന്ന് യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാനവികതയുടെയും ലോകത്തിന്റെയും കാരുണ്യത്തിന്റെ മഹനീയ ഉദാഹരണമായി അവതരിപ്പിക്കപ്പെടുമ്പോ വേദപുസ്തകത്തിന്റെയും സമാധാന സന്ദേശത്തിന്റെയും കോടിക്കണക്കിന് കോപ്പികൾ കേരളത്തിന്റെ കുഗ്രാമങ്ങളിലടക്കം വിറ്റഴിച്ചിട്ടും വിശുദ്ധ വിശ്വാസികളായി ഒരുപാട് ആളുകളെ കിട്ടിയിട്ടില്ല എന്ന ദുഃഖത്തിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പരിശുദ്ധരായ ഇസ്ലാമിന്റെ പ്രവാചകനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി കടന്നു വരുന്നത്. ഞാനെന്ന് ചോദിക്കട്ടെ, ഉസാമ ബിൻ ലാദന്റെ നീണ്ട ദാടിയും വലിപ്പമുള്ള തലപ്പാവും വെച്ചുകൊണ്ട് കോടിക്കണക്കിന് മീഡിയകൾ, ദൃശ്യമാധ്യമങ്ങളും വായനാ മാധ്യമങ്ങളും എല്ലാം ഒരുപാട് കാലമായി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആഗോളതലത്തിൽ നടക്കുന്ന നരവേട്ടയെ കുറിച്ച് ഗഹനമായ ഒരു പഠനം നടത്താൻ നമ്മുടെ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല? ഇപ്പോഴോ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അടിസ്ഥാന ആവശ്യത്തിനുള്ള മരുന്നും കുടിവെള്ളവും കൊണ്ടുപോകുന്ന കപ്പൽ വലിച്ചു കളഞ്ഞപ്പോഴും ഇവിടുത്തെ എത്ര ജനാധിപത്യ രാജ്യങ്ങൾ അതിനെതിരെ ശബ്ദിച്ചു? നാം അത് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കേവലം ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് മാത്രമല്ല, ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആയുധങ്ങളെയാണ് കടലിലേക്ക് വലിച്ചു കളഞ്ഞതെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി ഐറ്റംസ് കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു, കപ്പലായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുവകകളാണെങ്കിൽ നമുക്ക് സാന്ത്വനിക്കാമായിരുന്നു. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മാനത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന മിഠായി, കൊച്ചുമക്കള് പള്ളിക്കുടത്തിലേക്ക് പോകുന്ന ഓമന മക്കള് മാനത്ത് നിന്ന് ഫ്ലൈറ്റ് താഴെ പറന്നിട്ട് അവർക്കെറിഞ്ഞു കൊടുക്കുന്ന മിഠായി മധുരമാണെന്ന് വിചാരിച്ച് അത് വാങ്ങിയിട്ട് കടിച്ചു പൊട്ടിക്കുമ്പോ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായ വിധത്തിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളെ പോലും കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന ആഗോള നരവേട്ടയ്ക്കെതിരെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിനോ ഇവിടെയുള്ള ഐക്യരാഷ്ട്ര സഭകൾക്കോ ശക്തി കേന്ദ്രങ്ങൾക്കോ വേണ്ട വിധത്തിൽ ഒരു തീരുമാനമോ നടപടിയോ എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മരുന്നും വെള്ളവും കൊണ്ടുപോകുന്ന കപ്പൽ താലേക്ക് വഴിച്ചു കളഞ്ഞിട്ട് ഒരു ജനവിഭാഗത്തെ നാലുപാട് നിന്നും വളഞ്ഞ് അവരെ നാലു ഭാഗത്തു നിന്നും ആയുധവേട്ട നടത്തി അവർക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കിടക്കാൻ ഇടമോ കൊടുക്കാതെ കൈയും കാലും ബന്ധിച്ചിട്ടിട്ട് വെടിയൊച്ചകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയും ബോംബറുകൾ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ ഫലസ്തീൻ പോലെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇവിടെ ഏത് ശക്തിക്ക് കഴിയുന്നു?